യഹൂദരുടെ തിരുനാളിന് യേശു എങ്ങോട്ടാണ് പോയത്? ജെറുസലേമിലേക്ക്. ജെറുസലേമിലെ അജകവാടത്തിനടുത്തുള്ള കുളത്തിൻ്റെ ഹെബ്രായ നാമം എന്താണ്? ബേത്സദ. ബേത്സദ കുളത്തിന് എത്ര മണ്ഡപങ്ങൾ ഉണ്ടായിരുന്നു? 5. എത്ര വർഷമായി രോഗിയായിരുന്ന മനുഷ്യനാണ് കുളക്കരയിൽ കിടന്നിരുന്നത്? 38 വർഷം. സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് യേശു ആരോടാണ് ചോദിച്ചത്? 38 വർഷമായി രോഗിയായിരുന്നവനോട്. രോഗിയുടെ മറുപടി അനുസരിച്ച് കുളത്തിലെ വെള്ളം ഇളക്കുമ്പോൾ അവനെ അതിലിറക്കാൻ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇല്ല. എഴുന്നേറ്റ് കിടക്കിയെടുത്തു നടക്കുക എന്ന് രോഗിയോട് കൽപ്പിച്ചത് ആരാണ്? യേശു. രോഗി സുഖം പ്രാപിച്ചു കിടക്കിയെടുത്തു നടന്നത് ഏതു ദിവസമായിരുന്നു? സാബത്ത്. സാബത്ത് ദിവസം കിടക്ക ചുമക്കുന്നത് എന്താണെന്നാണ് യഹൂദർ പറഞ്ഞിരുന്നത്? നിഷിദ്ധം. സുഖം പ്രാപിച്ച മനുഷ്യൻ യേശുവിനെ പിന്നീട് എവിടെ വച്ചാണ് കണ്ടത്? ദേവാലയത്തിൽ. കൂടുതൽ മോശമായതൊന്നും സംഭവിക്കാതിരിക്കാൻ മേലിൽ എന്തു ചെയ്യരുതെന്നാണ് യേശു അവനോട് പറഞ്ഞത്? പാപം. യേശുവിനെ വധിക്കാൻ യഹൂദർ കൂടുതലായി പരിശ്രമിക്കാൻ കാരണം അവൻ സാബത്ത് ദിവസം ലംഘിച്ചതുകൂടാതെ ദൈവത്തെ എന്തെന്ന് വിളിച്ചതുകൊണ്ടാണ്? പിതാവ്. പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വന്തം ഇഷ്ടമനുസരിച്ച് എന്തെങ്കിലും പ്രവർത്തിക്കാൻ സാധിക്കുമോ? ഇല്ല. പിതാവ് വിധി മുഴുവനും ആരെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്? പുത്രനെ. എല്ലാവരും പിതാവിനെ ആദരിക്കുന്നത് പോലെ ആരെയും ആദരിക്കണം? പുത്രനെ. യേശുവിൻ്റെ വചനം കേൾക്കുകയും പിതാവിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എന്തുണ്ട്? നിത്യജീവൻ. മനുഷ്യപുത്രനായതുകൊണ്ട് യേശുവിന് എന്തിനുള്ള അധികാരമാണ് നൽകിയിരിക്കുന്നത്? വിധിക്കുവാനുള്ള അധികാരം. കല്ലറകളിലുള്ളവരെല്ലാം ആരുടെ സ്വരമാണ് ശ്രവിക്കുക? ദൈവപുത്രൻ്റെ. നന്മ ചെയ്തവർ ഏതിൻ്റെ ഉയർപ്പിനായി പുറത്തു വരും? ജീവൻ്റെ ഉയർപ്പിന്. തിന്മ ചെയ്തവർ ഏതിൻ്റെ ഉയർപ്പിനായി പുറത്തു വരും? ശിക്ഷാവിധിയുടെ ഉയർപ്പ്. യേശു സ്വന്തം ഇഷ്ടമല്ല, മറിച്ച് ആരുടെ ഇഷ്ടമാണ് അന്വേഷിക്കുന്നത്? തന്നെ അയച്ചവൻ്റെ. യേശുവിന് സത്യത്തിന് സാക്ഷ്യം നൽകിയതായി പറയുന്ന പ്രവാചകൻ ആര്? യോഹന്നാൻ. കത്തിജ്വലിക്കുന്ന ഒരു വിളക്കായിരുന്നു എന്ന് യേശു വിശേഷിപ്പിച്ചത് ആരെയാണ്? യോഹന്നാനെ.
യേശുവിനെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നതിനായി യേശു യഹൂദരോട് പറഞ്ഞ പുസ്തകങ്ങൾ ഏവ? വിശുദ്ധ ലിഖിതങ്ങൾ. യഹൂദർ മോശയെ വിശ്വസിച്ചിരുന്നെങ്കിൽ ആരെയും വിശ്വസിക്കുമായിരുന്നു? യേശുവിനെ. എൻ്റെ പിതാവ് ഇപ്പോഴും പ്രവർത്തനനിരതനാണ്, ഞാനും പ്രവർത്തിക്കുന്നു. അധ്യായവും വാക്യവും ഏത്? യോഹന്നാൻ 5:17. എഴുന്നേറ്റ് കിടക്കയെടുത്ത് നടക്കുക. യോഹന്നാൻ 5:8. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. യോഹന്നാൻ 5:22. വിശുദ്ധ ലിഖിതങ്ങൾ നിങ്ങൾ പഠിക്കുന്നു, എന്നാൽ അവയിൽ നിത്യജീവനുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അവ തന്നെയാണ് എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകുന്നത്. യോഹന്നാൻ 5:39. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട്. യോഹന്നാൻ 5:24.